ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാവരെയും അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 14-4 മുതൽ 6 വരെ. ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. വഴിയും സത്യവും ജീവനുമായ യേശു താൻ പോകുന്ന ഇടത്തേക്ക് ഉടൻ തൻ്റെ ശിഷ്യർക്ക് എത്തിച്ചേരാൻ കഴിയില്ലെങ്കിലും അവർക്ക് താൻ പോകുന്ന ഇടത്ത് എത്തിച്ചേരുന്നതിനുള്ള വഴി അറിയാമെന്ന് യേശു പറഞ്ഞു. തോമസ് അപ്പോസ്തലൻ്റെ നിഷ്കളങ്കതയിൽ അതിനെക്കുറിച്ചുള്ള തൻ്റെ അജ്ഞത വ്യക്തമാക്കി. വഴി മാത്രമല്ല, യേശു പോകുന്ന ഇടം പോലും അറിയില്ല എന്ന് അറിയിച്ചു. അതിന് യേശു പറഞ്ഞ മറുപടിയാണ് ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം. അപ്പോൾ ഒന്ന്, യേശുവാണ് വഴി സ്വർഗത്തിലേക്ക്. പിതാവിൻ്റെ അടുത്തേക്കുള്ള വഴി യേശു തന്നെയാണ്. ആദാമ്യ പാപം മൂലം ദൈവസന്നിധിയിലേക്കുള്ള വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. യേശുവിലുള്ള വിശ്വാസം പാപത്തിൻ്റെ തടസ്സങ്ങളെ ഇല്ലാതാക്കുകയും ദൈവത്തിങ്കലേക്കും ദൈവരാജ്യത്തിങ്കലേക്കും പുതുവഴി തുറക്കുകയും ചെയ്യുന്നു. ആ വഴി തന്നെയാണ് ജീവനിലേക്കുള്ള ഇടുങ്ങിയ മാർഗം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവ വഴികളെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ യഹൂദന്മാർക്ക് പരിചിതമായിരുന്നു. ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിലും അതുപോലെ തന്നെ സങ്കീർത്തനം 27-11 ദൈവത്തിൻ്റെ വഴി ഉപദേശിച്ചു തരണം എന്നുള്ള അഭ്യർത്ഥനയാണ്. രണ്ടാമത്, യേശു പറഞ്ഞത് താനാണ് സത്യമെന്നാണ്. 86-ാം സങ്കീർത്തനം 11-ാം വാക്യം നൽകി തരുന്ന പ്രാർത്ഥന യഹൂദർ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ അർത്ഥന തന്നെയായിരുന്നു. നിന്റെ സത്യത്തിൽ നടക്കേണ്ടതിന് നിന്റെ വഴികൾ എന്നെ പഠിപ്പിക്കണമേ എന്നാണ് ആ പ്രാർത്ഥന. താനാണ് സത്യത്തിൻ്റെ മൂർത്തമായ രൂപമെന്ന് യേശു പഠിപ്പിച്ചു. മുഴുവൻ ധാർമ്മിക സത്യങ്ങളും തന്നിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു രൂപം യേശുവിൻ്റേതാണ്. തന്നിലൂടെയും താൻ മുഖാന്തരവുമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നില്ല എന്ന് യേശു കൂട്ടിച്ചേർക്കുകയും ചെയ്തു. മൂന്നാമത്, യേശു അവകാശപ്പെടുന്നത് താൻ തന്നെയാണ് ജീവൻ. ക്രിസ്തുവിൻ്റെ വഴിയെ നടക്കുന്നവർ ജീവൻ്റെ ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും. സകല മനുഷ്യരും ജീവിതത്തിൻ്റെ അർത്ഥവും പൊരുളും തേടുന്നവരാണ്. ദൈവത്തെ ജീവിതത്തിൽ അനുഭവിക്കുന്നവർ തങ്ങളുടെ ആയുസ്സ് അതിൻ്റെ ഫലപ്രാപ്തിയിൽ കണ്ടെത്തും. ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ ചരിക്കുന്നവർ നന്മയുടെയും നീതിപാതകളുടെയും പാപരഹിത ജീവിതാവസ്ഥകളുടെയും വ്യക്തിത്വങ്ങളായിരിക്കും. അവരാണ് ജീവിതം യഥാർത്ഥത്തിൽ ആസ്വദിക്കുന്നവർ. പാപത്തിൻ്റെ പ്രമാണങ്ങളെ എതിർത്ത് നിൽക്കുന്നതിനുള്ള ആർജവത്വമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലുള്ള ജീവിതം. ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, വഴികാട്ടികൾ സമൃദ്ധമായുള്ള ലോകത്തിൽ താനാണ് വഴി എന്ന് യേശു പറഞ്ഞ കാര്യം തൻ്റെ ജീവിതത്തിൻ്റെ ആകെ തുകയായിരുന്നു. അത് നമ്മളെ വെല്ലുവിളിക്കുമ്പോൾ ആ വഴികളെ യഥാർത്ഥമായി പിൻപറ്റാൻ നമുക്ക് കഴിയണം. മനുഷ്യരുടെ ദൈവസങ്കല്പം അവരവരുടെ ആപേക്ഷിത നന്മകളുടെ രൂപങ്ങളായി തീരുമ്പോൾ ദൈവസ്വരൂപത്തെക്കുറിച്ച് ഭോഷ്കു പറയാത്ത യേശുവിനെ നമ്മുടെ ദൈവദർശനത്തിൻ്റെ അടിസ്ഥാനവും ആധാരവുമാക്കി വയ്ക്കാൻ നമുക്ക് കഴിയണം. യേശുവിൻ്റെ വഴിയാണ് ജീവൻ്റെ സാഫല്യവും പൂർത്തീകരണവുമാണെന്ന് പറയുമ്പോൾ യേശുവിൻ്റെ വഴികളുടെ സ്വയം ശൂന്യവൽക്കരണവും ത്യാഗനിർഭരമായ സംഭാവനകളും നമ്മുടെയും ജീവിതശൈലിയായി മാറണം. ജീവൻ്റെ യഥാർത്ഥമായ ആഘോഷം ദൈവകേന്ദ്രിത ജീവിതത്തിൻ്റെ ധാർമ്മിക ബലമാണെന്ന്
നമ്മൾ തിരിച്ചറിയണം. സ്വയശക്തീകരണത്തിൻ്റെയും സ്വന്തം പ്രതിച്ഛായ പ്രകടനങ്ങളുടെയും കാലത്ത് യേശുവിൻ്റെ മാർഗം മാത്രമാണ് സത്യമായതെന്ന് നമുക്ക് തിരിച്ചറിയാൻ ഇടയാകട്ടെ. പ്രാർത്ഥിക്കാം. വഴിയും സത്യവും ജീവനുമായ ഞങ്ങളുടെ കർത്താവേ, അവിടുത്തെ വഴികളെ പിന്തുടർന്ന് ജീവിത സാഫല്യം കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കണമേ. വ്യാജ വഴികളുടെ ചുഴികളും മലരികളും ഞങ്ങളെ തകർത്ത് കളയുമ്പോൾ സത്യവഴിയുടെ സുതാര്യതയും നേർപാതകളും ഞങ്ങൾക്ക് കാട്ടിത്തന്ന് അവയിൽ തന്നെ നിലനിൽക്കാനുള്ള ത്രാണിയും ആർജവത്വവും ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് പകൽക്കാല ജീവിതത്തിൽ ദൈവിക സത്യത്തിൽ ഉറച്ചു നിൽപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഇടറിപ്പോകാതിരിപ്പാൻ കാത്തുകൊള്ളണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കരുണകളുടെ തമ്പുരാനായ കർത്താവിൻ്റെ യഥാർത്ഥ വഴി പിന്തുടരുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും വഴിയും സത്യവും നമ്മുടെ ജീവിതത്തിൻ്റെ ആശ്രയമായിരിക്കുമാറാകട്ടെ. ആമേൻ.